Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 2ാമത്തെ യൂണിറ്റിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ തടിപിടി എന്ന് പറയുന്ന ഒരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട്. ഈ കവിത ചൊല്ലി നോക്കൂ. അപ്പോൾ നമ്മുടെ ഭാഷയും തൊഴിലും അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കരുടെ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന കവിതയിലെ ചെറിയൊരു ഭാഗമാണ് തടിപിടി. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഇലയിട്ടു പൂവിട്ട് കായിട്ടു നിന്ന കാട്ടിലെ തടിയേ ഐസ ഇലയിട്ടു പൂവിട്ടു കായിട്ടു നിന്ന കാട്ടിലെ തടിയേ ഐസ ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഒത്തുപിടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒത്തുപിടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒറ്റയ്ക്കായാൽ ഐസ എലിയും പോരാ ഐസ ഒറ്റയ്ക്കായാൽ ഐസ എലിയും പോരാ ഐസ ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഒത്തുപിടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം ഒത്തുപിടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ പൂവിട്ട കുരുവി ഐസ കായിട്ട മരമേ ഐസ ഇലയിട്ടു പൂവിട്ടു കായിട്ടു നിന്ന കാട്ടിലെ തടിയേ ഐസ ഏലേ മാലി ഐസ ഇലയിട്ട തടിയേ ഐസ. അപ്പോൾ നമ്മൾ കവിത കേട്ടു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത്. എന്താണ് ഇവർ ചെയ്യുന്ന പണി? അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ്? വലിയൊരു മരത്തടിയെ ലോറിയിൽ കയറ്റുന്നു. രണ്ടാമത്തെ ചോദ്യം, എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലൂ. അപ്പോൾ എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? ഒരുപാട് അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അധ്വാന ഭാരം അറിയാതിരിക്കാനാണ് പണിയെടുക്കുമ്പോൾ ഇത്തരം പാട്ടുകൾ പാടുന്നത്. ഇനി ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലൂ. അപ്പം അത് കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ പാടി ആസ്വദിക്കുക. ഇനി അടുത്ത ചോദ്യം, ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ കണ്ടെത്താമോ? ഈ കവിത തടിപിടി എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം ഏത് വരിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഒത്തുപിടിച്ചാൽ മഹാബലം ഒറ്റയ്ക്കായാൽ പരാജയം. അപ്പോൾ ഒത്തുപിടിച്ചാൽ, നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ വലിയ ജയം അല്ലേ? അല്ലെങ്കിലോ ഒറ്റയ്ക്കാണെങ്കിൽ പരാജയം. ആ വരിയാണ് ഈ കവിതയിലെ സന്ദേശം തരുന്നത്. ഇതേ സന്ദേശം അടങ്ങിയ മറ്റു കവിതകൾ മറ്റു ചൊല്ലുകൾ കണ്ടെത്തൂ. നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐകമത്യം മഹാബലം, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.